സുരക്ഷിതമായ ശബരിമല യാത്രയ്ക്ക് കോട്ടയം ജില്ലാ പോലീസിന്റെ QR കോഡ്. വാർത്തകൾ വിശദമായി. മണ്ഡല മകരവിളക്ക് കാലത്ത് അപകട നിരക്ക് കുറയ്ക്കാൻ തീർത്ഥാടക വാഹനങ്ങൾക്ക് കോട്ടയം ജില്ലാ പോലീസ് ഒരുക്കിയ മുന്നറിയിപ്പ് വീഡിയോയും അതിന്റെ QR കോഡും പ്രകാശനം ചെയ്തു. കോട്ടയം പോലീസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പ്രകാശനം നിർവഹിച്ചു. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിലാണ് വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് IPS, അഡീഷണൽ SP വിനോദ് പിള്ള, ക്രൈംബ്രാഞ്ച് DYSP സാജു വർഗീസ്, ചങ്ങനാശ്ശേരി DYSP വിശ്വനാഥൻ, കോട്ടയം DYSP അനീഷ് KG, KPOA സെക്രട്ടറി MS തിരുമേനി, KPA പ്രസിഡന്റ് ബിനു K ഭാസ്കർ, പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് അജിത് T ചിറയിൽ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നെല്ലാപ്പാറ, മുണ്ടക്കയം തുടങ്ങിയ ജില്ലാ അതിർത്തിയിൽ എത്തുന്ന തീർത്ഥാടക വാഹനങ്ങൾക്കായി പ്രധാന ആക്സിഡന്റ് മേഖലകളുടെ ഗൂഗിൾ മാപ്പും മുൻകാല അപകടങ്ങളുടെ ഫോട്ടോകളും സ്ഥല വിവരണവും ഉൾപ്പെടുത്തിയാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. ശബരിമല പാതയിലെ പോലീസ് ചെക്കിംഗ് പോയിന്റുകളിൽ വിതരണം ചെയ്യുന്ന പോലീസ് നിർദ്ദേശങ്ങൾ അടങ്ങിയ നോട്ടീസിന്റെ മറുവശത്ത് ഈ വീഡിയോയുടെ ലിങ്കിന്റെ QR കോഡ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ജില്ലാ അതിർത്തിയായ കണമല വരെയുള്ള ശബരിമല പാതയിലെ അപകട സാധ്യതാ മേഖലകൾ വീഡിയോ രൂപത്തിൽ കാണാൻ സാധിക്കും. ശബരിമല പാതയിലെ അപകട നിരക്ക് കുറയ്ക്കുന്നതിനായി നിർമ്മിച്ച ഈ ബോധവൽക്കരണ വീഡിയോയുടെ പിന്നിൽ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് IPSന്റെ ആശയമാണ്. രാഷ്ട്രീയ ന്യൂസ്, കോട്ടയം. പാലാ മുതൽ പൊൻകുന്നം വരെയുള്ള 23 കിലോമീറ്റർ ദൂരത്തിൽ അപകട സാധ്യത കൂടുതലുള്ള നിരവധി സ്പോട്ടുകളുണ്ട്. കച്ചവട കേന്ദ്രമായ പൈക ടൗൺ ഭാഗം തിരക്കുള്ള സ്ഥലമായതിനാൽ ഇതുവഴി ശ്രദ്ധാപൂർവം വാഹനങ്ങൾ ഓടിച്ചു പോകേണ്ടതുണ്ട്. കൊപ്രാക്കളം മണ്ഡലകാലത്തും അല്ലാതെയും നിരവധി അപകടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. ഈ ഭാഗത്തും അമിത വേഗത മൂലമുണ്ടാകുന്ന അപകടങ്ങളാണ് ഏറെയും. അട്ടിക്കൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ റോഡ് ഭാഗത്തും റോഡ് നിയമങ്ങൾ പാലിക്കാതെ വരുത്തിവെക്കുന്ന ദുരന്തങ്ങളാണ് കൂടുതലും. KVMS ജംഗ്ഷൻ എരുമേലിയിലേക്ക് തിരിയുന്ന ജംഗ്ഷനാണിവിടം. കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ട സ്ഥലമാണിത്. ഈ ഭാഗത്ത് വളവുകളും തിരിവുകളും ശ്രദ്ധിച്ച് നിർദ്ദേശിച്ചിരിക്കുന്ന വേഗതയിൽ മാത്രം വാഹനങ്ങൾ ഓടിക്കുക. ഈ മണ്ഡല മകരവിളക്ക് കാലം ഏറ്റവും സുരക്ഷിതമാക്കി തീർക്കാൻ കേരള പോലീസ് കൂടെയുണ്ട്. എരുമേലി വലിയമ്പലം അയ്യപ്പ സന്നിധാനത്തേക്കുള്ള തുടർ യാത്ര സുരക്ഷിതവും ദർശന സാഫല്യം നിറഞ്ഞതുമാകാൻ പോലീസ് നിർദ്ദേശങ്ങളും റോഡ് മുന്നറിയിപ്പുകളും നിർബന്ധമായും പാലിക്കുക. കരിങ്കല്ലും മൂഴി കണമല വഴിയുള്ള ശബരിമല യാത്ര ഇവിടെ ആരംഭിക്കുന്നു. നിരന്തരം അപകടങ്ങൾ നടക്കാറുള്ള ഈ ഭാഗത്ത് കുത്തനെയുള്ള കയറ്റവും വളവുകളുമാണ്. വീതി കുറഞ്ഞ വഴിയും. ഫസ്റ്റ് ഗിയറിൽ മാത്രം ഈ കയറ്റം കയറി തുടങ്ങുക. ഒരിക്കലും ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. MES ജംഗ്ഷൻ മുണ്ടക്കയം ഭാഗത്തുനിന്നും വാഹനങ്ങൾ ഈ ശബരിമല പാതയിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ഈ ഭാഗം ശ്രദ്ധയോടെ കടന്നുപോകണം. മുക്കൂട്ടുതറ ജംഗ്ഷൻ മുക്കൂട്ടുതറ ജംഗ്ഷൻ മുതൽ മുട്ടപ്പള്ളി വരെയുള്ള ഭാഗം കച്ചവട കേന്ദ്രങ്ങളും ജനത്തിരക്ക് കൂടിയ സ്ഥലങ്ങളുമാണ്. മാക്കിൽ കവല ഇനിയുള്ള 1.5 കിലോമീറ്റർ ഇറക്കം. ചെറിയ ദൂരമാണ്, പക്ഷേ വിവിധ അപകടങ്ങളിൽ ഇതുവരെ പൊലിഞ്ഞത് 37 ജീവനുകളാണ്. മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാത്തതുകൊണ്ടല്ല, റോഡ് നിയമങ്ങൾ പാലിക്കാത്തതും അമിത വേഗവും വിശ്രമരഹിതമായ ഡ്രൈവിംഗുമാണ് ഈ ഭാഗത്തുണ്ടായ അപകടങ്ങൾക്കെല്ലാം കാരണമെന്നാണ് കണക്കുകളും വസ്തുതകളും പറയുന്നത്. അട്ടിവളവ് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ സംഭവിച്ചത്. ഡ്രൈവർ അയ്യപ്പന്മാർ വേഗത കുറച്ച് കൂടുതൽ ജാഗ്രതയോടെ വാഹനം ഓടിക്കണം. ഈ മണ്ഡല മകരവിളക്ക് കാലം ഏറ്റവും സുരക്ഷിതമാക്കി തീർക്കാൻ കേരള പോലീസ് കൂടെയുണ്ട്. മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ വാഴപ്പള്ളി വെസ്റ്റ് ചങ്ങനാശ്ശേരി
മൊബൈൽ 9447954321.